ഈ തിരുവോണ നാളിൽ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരു പ്രഥമൻ, അതെങ്ങനെയാണ് ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള പ്രഥമൻ തയ്യാറാക്കിയത് നമുക്കതൊന്ന് കാണാം. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടശർക്കര ചീകി കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റൗവിന്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് ഈ ഒരു ചീകി കൊണ്ടുവന്ന ഉണ്ടശർക്കര ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് സ്വല്പം വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ഈ ഒരു ഉണ്ടശർക്കരയും ആ വെള്ളവും, അതായത് ആ വെള്ളത്തിൽ കിടന്ന് ഉണ്ടശർക്കര എല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ സമയം ഒന്നും ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു 1.5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ ഉണ്ടശർക്കര എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ചു വരും. അപ്പൊ ഇതേപോലെ ഉണ്ടശർക്കര എല്ലാം ആ ഒരു വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചു വന്നു കഴിയുമ്പോൾ ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് ഈ ഉണ്ടശർക്കരയ്ക്കകത്ത് ചെറിയ ചെറിയ കല്ല് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കരിമ്പിന്റെ ചെറിയ ചെറിയ തുണ്ട് അതൊക്കെ ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ച് ഇതേ രീതിയിലൊന്ന് എടുക്കുന്നത്. ഇങ്ങനെ അരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു ഉണ്ടശർക്കര നമുക്കൊന്ന് മാറ്റി വെക്കുക. പിന്നീട് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഏകദേശം ഒരു 3 സ്പൂൺ നെയ്യാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നെയ്യെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 1 മിനിറ്റ് സമയം പോലും എടുത്തില്ല, നമ്മുടെ നെയ്യെല്ലാം ഉരുകി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാഷ്യൂനട്ടും വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഉണക്കമുന്തിരി മാത്രമേ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടുതൽ ഡീപ്പ് ഫ്രൈ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കരുത്. ഇതുപോലെ ഒരു ഏകദേശം ഒരു 1/2% ഫ്രൈ ആകുമ്പോൾ തന്നെ നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ഇതൊന്ന് മാറ്റി വെക്കുക. പിന്നീട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ അവശേഷിച്ച് ആ ഒരു നെയ്ക്കകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉണ്ടശർക്കര അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് സമയം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരും. കാരണം ആ ഒരു നെയ്യും ആ ഒരു ഉണ്ടശർക്കര എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ അധികം സമയമൊന്നും ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. 2 മിനിറ്റിനകത്ത് തന്നെ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാൽ ഇതുപോലെ ചേർത്ത ഉണ്ടശർക്കരയായിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നതിന് വേണ്ടി ഒരു 3 മിനിറ്റ് സമയമെങ്കിലും വേണം. ആ സമയം അത്രയും നമുക്കിത് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഉണ്ടശർക്കരയും ആ ഒരു തേങ്ങാപ്പാലും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും മാത്രമേ തിളയ്ക്കാവൂ. കൂടുതൽ തിളയ്ക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീറ്റ്റൂട്ട് ചീകി എടുത്തുകൊണ്ട് വന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ബീറ്റ്റൂട്ടിന്റെ പ്രധാനാണ് ഏറ്റവും ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബീറ്റ്റൂട്ട് ചീകി എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചീകി എടുത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞ് ഇതിന്റെ ഒരു ജ്യൂസ് അത് കുറച്ച് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതുപോലെ പ്രഥമൻ തയ്യാറാക്കേണ്ടത്. ഒരു ബീറ്റ്റൂട്ടും ഇട്ട് നമുക്ക് ഇനി ഇത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ ഉണ്ടശർക്കരയും തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേണം ഈ ഒരു ബീറ്റ്റൂട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വരേണ്ടത്. അപ്പൊ അതിന് ഏകദേശം ഒരു 8 മിനിറ്റ് സമയത്തിനോളം അടുത്ത് തന്നെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഏകദേശം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അധിക സമയം നമുക്ക് ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീറ്റ്റൂട്ട് എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെന്ത് വന്നതിന് ശേഷം പിന്നീടാണ് ഇതിനകത്തേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം, ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ചുക്കുപൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടികൾ ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബീറ്റ്റൂട്ടിന്റെ ഈ ഒരു പ്രഥമന് വളരെയേറെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും. തിരുവോണത്തിന്റെ അന്ന് വീട്ടിൽ വന്നവർക്കെല്ലാം ഈ ഒരു സ്പെഷ്യൽ ബീറ്റ്റൂട്ടിന്റെ പ്രഥമൻ ഞാൻ കൊടുത്ത് എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായമാണ് കിട്ടിയത്. കാരണം നമ്മുടെ അടപ്രഥമനേക്കാൾ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറം സ്വാദിഷ്ടമായിട്ടുള്ള രീതിയിൽ ചിലർ എന്നോട് അഭിപ്രായം പറഞ്ഞ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയിൽ വെക്കണം. ബീറ്റ്റൂട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് കളഞ്ഞതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആ ഒരു 2ാം പാലും ആ ഒരു ബീറ്റ്റൂട്ടും എല്ലാം കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങയുടെ 1ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്.
തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധിക സമയം നമുക്ക് ഇത് തിളപ്പിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ആ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലിന്റെ ആ ഒരു സ്വാദും ആ ഒരു ഗുണവും ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇത് ഇച്ചിരി നേരിയ ഒരു തിള വരുന്നത് വരെ മാത്രമേ ഇളക്കി കൊടുക്കാവൂ. അതേ സമയം ഇനി നമുക്ക് സ്റ്റൗവിൽ വെക്കേണ്ട കാര്യമില്ല. കൂടി വന്നാൽ ഒരു 1.5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ആ ഒരു നേരിയ തിള വന്നിട്ടുണ്ട്. അങ്ങനെ തിള വന്നതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരും. തണുത്ത് വരുമ്പോൾ നമുക്ക് ഏതൊരു പാത്രത്തിലേക്കാണ് സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു ചരുവാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക.